തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ഒരു എപ്പിസോഡിലൂടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആമുഖഭാഗങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. ബൈബിൾ പഠന പരമ്പരയുടെ യോഹന്നാൻ്റെ സുവിശേഷം 4 എപ്പിസോഡുകളിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്നതിൻ്റെ 2ാമത്തെ എപ്പിസോഡിൽ ആ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം മുതലുള്ള ഏതാനും ചിന്തകൾ വിശകലനം ചെയ്യാം, പഠിക്കാം എന്ന് കരുതി. ഈ സുവിശേഷത്തെ നമുക്ക് 4 ഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. ഒന്നാമതായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനഭാഗം. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൊലോഗ് അല്ലെങ്കിൽ ആമുഖഭാഗം. തുടർന്ന് വരുന്ന 1-ാം അധ്യായം 19 മുതൽ 12-ാം അധ്യായം 50 വരെയുള്ള ഭാഗം അടയാളങ്ങളുടെ പുസ്തകം എന്ന പേരിൽ അറിയപ്പെടുന്നു. 13-ാം അധ്യായം 1 മുതൽ 20-ാം അധ്യായം 31 വരെയുള്ള വചനഭാഗം മഹത്വത്തിൻ്റെ പുസ്തകം എന്ന പേരിൽ അറിയപ്പെടുന്നു. 21-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വചനഭാഗം എപ്പിലോഗ് അല്ലെങ്കിൽ സമാപനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ ഈ സുവിശേഷത്തെ പഠന സൗകര്യത്തിന് വേണ്ടി നാം 4ആയിട്ട് തിരിക്കുകയാണ്. അതിൽ ആമുഖം ഭാഗം തുടർന്ന് വരുന്ന ഭാഗവുമാണ് ഇന്നത്തെ പഠന വിഷയം. ആമുഖം എന്താണെന്ന് നമ്മൾ അത് ഇവിടെ അവതരിപ്പിക്കും. 2ാമത്തെ ഭാഗം ഇന്നത്തെ ഈ എപ്പിസോഡിൽ മുഴുവൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റുകയില്ല. ആ 2ാമത്തെ ഭാഗം അടയാളങ്ങളുടെ പുസ്തകം എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം യേശു പ്രവർത്തിച്ചതായി വിശുദ്ധ യോഹന്നാൻ അവതരിപ്പിക്കുന്ന 7 അടയാളങ്ങൾ പ്രധാനമായും സുവിശേഷത്തിൻ്റെ ഈ 2ാം ഭാഗത്താണുള്ളത്. യേശു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെയെല്ലാം യോഹന്നാൻ അടയാളങ്ങളെന്ന് വിളിക്കുന്നു. ആ അടയാളങ്ങൾ ചേർത്ത് വെച്ച് 11-ാം അധ്യായത്തോടുകൂടി അടയാളങ്ങൾ 7 അവസാനിക്കുന്നു. അതിൻ്റെ ഒരു സമാപനം എന്ന രീതിയിൽ 12-ാം അധ്യായം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മളിതിനെ അടയാളങ്ങളുടെ പുസ്തകത്തിന് പരിധി കൽപ്പിക്കുക. തുടർന്ന് വരുന്ന ഭാഗം യേശുവിൻ്റെ മഹത്വീകരണ കാര്യങ്ങളാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള അന്ത്യസംഭാഷണം, വിടവാങ്ങൽ സംഭാഷണം, അതേ തുടർന്ന് യേശുവിൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം, ഈ ഭാഗങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് യേശുവിൻ്റെ മഹത്വത്തിൻ്റെ പുസ്തകം എന്ന പേരിൽ അതിനെ വിളിക്കുന്നു. അവസാനത്തെ അധ്യായം പിൽക്കാലത്ത് എഴുതി ചേർക്കപ്പെട്ടതാണെന്ന് ആണ് പണ്ഡിതമതം. അതനുസരിച്ച് അതിനെ എപ്പിലോഗ് എന്ന് വിളിക്കുന്നു. പ്രലോഗിന് പാരലായിട്ടുള്ള എപ്പിലോഗ്. ഇതാണ് ഈ സുവിശേഷത്തിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത്, തിരിവ് പഠന സൗകര്യത്തിന് വേണ്ടി. നമ്മൾ ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമായും വിശ്വാസം എന്നുള്ള ഒരു തീം, ഒരാശയമാണ് യോഹന്നാൻ എടുത്തു കാണിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അടയാളങ്ങളിലൂടെ വിശ്വാസം, വിശ്വാസത്തിലൂടെ നിത്യജീവൻ. ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആകത്തുക. അടയാളങ്ങൾ ഓരോന്നും അവതരിപ്പിക്കുമ്പോൾ വഴി വിശ്വാസത്തിൽ അതിൻ്റെ വായനക്കാരും ശ്രോതാക്കളും ആഴപ്പെടും. വിശ്വസിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ അടയാളങ്ങളെ സ്വീകരിച്ചുകൊണ്ട് യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്നു, അതേറ്റു പറയുന്നു. അങ്ങനെയുള്ളവർക്ക് ജീവൻ അല്ലെങ്കിൽ നിത്യജീവൻ ദൈവം സമ്മാനമായി നൽകുന്നു. ഈ ഒരു ആശയം ഈ സുവിശേഷത്തിലുള്ളപ്പോൾ യോഹന്നാൻ അവതരിപ്പിക്കുന്ന ഈ
സുവിശേഷത്തിൽ ആ വിശ്വാസം ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, അല്ലെങ്കിൽ അത് നിർജീവമല്ല, അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒന്നല്ല. അത് ചലനാത്മകമാണ്, അത് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വളരുന്നതാണ്. സ്നേഹമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ കാതിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. സ്നേഹം എന്നുള്ളത് വിശ്വാസത്തിൻ്റെ മറ്റൊരു രൂപമാണ്. സ്നേഹഗായകൻ എന്ന പേരിലാണ് 4-ാം സുവിശേഷം അറിയപ്പെടുക. എന്നാൽ നാം ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിലുപരി ഈ വിശ്വാസം എന്നുള്ള ആ വലിയ ദൈവികമായ നൽവരം അതിൽ വളർച്ച പ്രാപിക്കുകയാണ്. അപ്പോൾ സ്നേഹം എന്നുള്ളതിന് ഗ്രീക്കിൽ നമ്മൾ പറയുന്നത് ഫിലൈൻ അല്ലെങ്കിൽ അഗാപ്പാൻ എന്നാണ്. അതേസമയം ഫെയ്ത്ത് എന്നുള്ളതിന് യോഹന്നാൻ ഉപയോഗിക്കുന്നതെല്ലാം ക്രിയാപദങ്ങളാണ്. ക്രിയാപദങ്ങൾ എന്ന് പറയുമ്പോൾ അത് പിസ്തവെയിൻ എന്ന് പറയും. പിസ്തിസ് എന്ന് പറഞ്ഞാൽ അത് ഗ്രീക്കിൽ ഫെയ്ത്ത് എന്നാണ്. യോഹന്നാൻ ഒരിക്കൽ പോലും അതിൻ്റെ നാമപദം ഉപയോഗിക്കുന്നില്ല, മറിച്ച് 98 പ്രാവശ്യം അതിൻ്റെ വെർബൽ ഫോം, അതായത് ക്രിയ ആണ് ചെയ്യുന്നത്. ക്രിയ എപ്പോഴും ഒരു പ്രവൃത്തി ചെയ്യുന്നതാണ്. അതുകൊണ്ട് വിശ്വാസം എന്നുള്ളത് അത് നേടിയെടുക്കുന്നതും വളരേണ്ടതുമായ കാര്യമാണ് എന്നുള്ള ആശയമാണ് അതിലൂടെ 4-ാം സുവിശേഷകൻ കൈമാറുക. ഇവിടെ നമ്മൾ ഈ 1-ാം അധ്യായം തന്നെ എടുക്കുമ്പോൾ അതിൻ്റെ ആമുഖത്ത് 12-ാം തിരുവചനത്തിൽ യേശുവിനെ വിശ്വസിക്കുന്നവരും യേശുവിനെ വിശ്വസിക്കാത്തവരായി നിരസിക്കുന്നവരുമായിട്ടുള്ളവരെക്കുറിച്ച് പറയുന്നു. 11-12 വാക്യങ്ങളിൽ, 1-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ. 12-ാം വാക്യം 2-ാം ഭാഗത്ത് യേശുവിൽ വിശ്വസിക്കുന്നവർ, യേശുവിനെ സ്വീകരിക്കുന്നവർ, അവർക്ക് ദൈവപുത്രരാകുവാനുള്ള വരം അല്ലെങ്കിൽ ശക്തി തരുന്നു എന്നാണ് നമ്മൾ കാണുക. അപ്പോൾ ഇപ്രകാരം കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹം, ആ സമൂഹം അതായിട്ട് രൂപപ്പെടണം. അതാണ് 1-ാം അധ്യായത്തിൽ വിശ്വാസം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ വിശ്വാസത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. ആ വിശ്വാസത്തിൽ വരുന്നവർക്ക് കിട്ടുന്ന ദൈവപുത്രരാകുവാൻ ഉള്ള വരത്തെക്കുറിച്ച് പരാമർശിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നിൽ അവൻ്റെ ശിഷ്യന്മാർ അവൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അടയാളത്തിൻ്റെ അവതരണം അവസാനിപ്പിക്കുക. 3-ാം അധ്യായത്തിലാകട്ടെ നിക്കോദേമോസ് എന്ന് പറയുന്ന ഒരു പരീസയ പ്രമാണി ഒരു പൂർണ്ണമല്ലാത്തൊരു വിശ്വാസവുമായിട്ടാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക. രാത്രിയിൽ അവന് ഗുരു എന്ന് സംബോധന ചെയ്യുന്നു. നീ ചെയ്യുന്ന ഈ അത്ഭുത പ്രവൃത്തികൾ, അടയാളങ്ങൾ ദൈവത്തിൽ നിന്ന് നീ വന്നവനല്ലെങ്കിൽ ചെയ്യാൻ പറ്റുകയില്ല എന്ന് ഏറ്റുപറയുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള ദൈവികത്വം യേശുവിൽ സ്വീകരിച്ചുകൊണ്ട് ഏറ്റുപറയുന്ന നിക്കോദേമോസിനെ നമ്മൾ കാണുന്നു. ഈ നിക്കോദേമോസിനെ കർത്താവ് വീണ്ടും അവനെ ആഴത്തിൽ വിശ്വാസിയായിട്ട് മാറ്റുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് സംവാദത്തിലൂടെ. അതാണ് പിന്നീട് 7-ാം അധ്യായം 50-ാം തിരുവചനത്തിലും യേശുവിന് വേണ്ടി വാദിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നിക്കോദേമോസ് രണ്ടാമത് കടന്നു വരുന്നത്. 3-ാമത് 19-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ യേശുവിനെ സംസ്കരിക്കുവാൻ അരിമത്ഥ്യക്കാരൻ ജോസഫിനോടൊപ്പം സുഗന്ധക്കൂട്ടുകളുമായി വരുന്ന നിക്കോദേമോസ്, അതാണ് നമ്മളിവിടെ കാണുക. ഈ നിക്കോദേമോസിൽ വന്ന വ്യത്യാസം, വിശ്വാസത്തിൽ വന്ന വളർച്ച, അതാണ് നമ്മളിവിടെ പരാമർശിക്കുക. 4-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സമരിയാക്കാരി സ്ത്രീയെ വിശ്വാസത്തിൻ്റെ വിവിധ പടവുകൾ കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു യഹൂദനായി യേശുവിനെ കണ്ടിട്ട് അവനെ ഒരു പ്രവാചകനായി പിന്നീട് കണ്ട് അവൻ മിശിഹായാണെന്ന് കണ്ടേറ്റു പറഞ്ഞ് അത് മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു സമരിയാക്കാരി സ്ത്രീ, അത് വിശ്വാസത്തിൻ്റെ വിവിധ പടവുകളിലെ വളർച്ചയാണ് നമ്മളിവിടെ കാണുക. വീണ്ടും തളർവാദ രോഗി വിശ്വാസപൂർവ്വം കർത്താവിൻ്റെ അടുക്കൽ നിന്നപ്പോൾ അവൻ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനത്തിന് അവൻ കാതോർത്തു. അതുപോലെ തന്നെ അതിനു മുമ്പ് ശമരിയാക്കാരി സ്ത്രീയുടെ സംഭവം കഴിഞ്ഞ് നമ്മൾ കാണുന്നത് രാജസേവകൻ്റെ മകനെ യേശു സുഖപ്പെടുത്തുന്ന സംഭവം. കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ കടന്നുപോയി, അവൻ്റെ മകൻ സൗഖ്യമുള്ളവനായി മാറി. ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറയുന്ന 6-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുന്നത് അവിടെ വിശ്വാസത്തോടുകൂടി കടന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവരുടെ മുമ്പിൽ അവിടുന്ന് അപ്പം വർദ്ധിപ്പിച്ച് 5000 പേരെ തൃപ്തിപ്പെടുത്തുന്ന സംഭവം. 5 അപ്പം കൊണ്ട് 2 മത്സ്യം കൊണ്ട്
അവിടെയും വിശ്വാസമാണ്. വിശ്വാസപൂർവ്വം കർത്താവിനെ സ്വീകരിക്കുന്നവർക്ക് ജീവൻ്റെ അപ്പമാണത് എന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. തുടർന്ന് വരുന്ന അധ്യായത്തിൽ കടലിന് മീതെ നടക്കുന്നു. യേശുവിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ അവർ ഭയപ്പെടുന്നു. യേശു വിശ്വാസത്തിൽ അവർ ഉറപ്പിക്കുന്നു. തുടർന്ന് വരുന്ന ഭാഗത്ത് യേശു ലോകത്തിൻ്റെ പ്രകാശമായി തന്നെ അവതരിപ്പിക്കുന്നു. ആ പ്രകാശത്തിൽ വിശ്വസിക്കുന്നവൻ, ഇതുപോലെ വിശ്വാസത്തിന് വിവിധ പടവുകൾ കയറുന്ന അന്ധനായ മനുഷ്യൻ, അവൻ യേശുവിൽ വിശ്വസിച്ചവനെ അനുധാവനം ചെയ്യുന്നു. 9-ാം അധ്യായത്തിൽ. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനിൽ വിശ്വസിച്ച് മുന്നോട്ട് നാം ചരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തോടനുബന്ധിച്ച് കർത്താവ് തൻ്റെ ഈ ലാസറിൻ്റെ സഹോദരിമാരോട് പറയുന്നുണ്ട്. വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. ആ മഹത്വമാണ് ലാസറിനെ ഉയർപ്പിക്കുന്നതിൽ അവർ കണ്ടത്. 12-ാം അധ്യായത്തിൽ ഗ്രീക്കുകാർ പോലും യേശുവിനെ തേടി വരുന്ന ഒരു സംഭവം അവതരിപ്പിക്കുമ്പോൾ ആഗോള തലത്തിൽ യേശുവിനെ സ്വീകരിക്കുന്ന ഒരു അനുഭവം അവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. യൂദാസ് ഇപ്രകാരമുള്ള വിശ്വാസം ത്യജിച്ച് കർത്താവിനെ ഒറ്റുവാൻ പോയപ്പോൾ അത് അന്ധകാരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇരുട്ടായിരുന്നു, രാത്രിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസരാഹിത്യത്തെ അവതരിപ്പിക്കുന്നു. പരസ്പരം സ്നേഹിച്ച് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, അങ്ങനെ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയണമെന്ന് കർത്താവ് പറയുമ്പോൾ ആ സ്നേഹം കർത്താവിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെടുത്തി യേശു അവതരിപ്പിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ശൂന്യമായ കല്ലറയിൽ ചെന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം വിശ്വസിച്ച് അവർ ഭവനങ്ങളിലേക്ക് പോയി എന്ന് പറയുന്നു. തുടർന്ന് പാപിനിയായിരുന്ന മറിയം മഗ്ദലന പോലും യേശുവിൽ വിശ്വസിച്ച് മിഷണറിയായിട്ട് മാറുകയാണ്. അതുപോലെ കർത്താവ് തൻ്റെ അപ്പസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം അവർ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. തോമസിൻ്റെ വിശ്വാസം ചഞ്ചലപ്പെടുമ്പോൾ അവന് വീണ്ടും ക്രിസ്തു അനുഭവം കൊടുത്ത് അവന് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരും ഭാഗ്യവേദികളുമാണ് കർത്താവിൽ വിശ്വസിക്കുന്നത് വഴി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷം അവസാനിക്കുന്നത്. എത്ര മനോഹരമായ ഒരു അവതരണമാണ് 4-ാം സുവിശേഷകൻ നടത്തുന്നത്. ഓരോ അധ്യായത്തിലൂടെയും ഈ വിശ്വാസം എന്ന വലിയ ദൈവിക പുണ്യം ആഴത്തിൽ അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മ, അത് കൃത്യമായി അവതരിപ്പിച്ച് ആ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന 4-ാം സുവിശേഷകൻ. ആ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചിന്തിക്കുമ്പോൾ ആദ്യമായി എൻ്റെ ആമുഖ ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അതിൻ്റെ 4 ഭാഗങ്ങളായിട്ടുള്ള അവതരണത്തിൽ 1-ാം ഭാഗം നമ്മൾ പ്രലോഗാണ്, ആമുഖമാണ്. 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനഭാഗമാണ്. എന്താണ് ഈ പ്രലോഗ്? ഈ പ്രലോഗിനെ കുറിച്ച് ആദ്യ നൂറ്റാണ്ടുകളിൽ അതിനെ മനസ്സിലാക്കിയിരുന്നത് ഒരു ആരാധനാ ഗീതമായിട്ടാണ്. മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലി ഈ ആമുഖത്തിനുണ്ട്. നമുക്കറിയാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെയർ കേസ് പാരലിസം പോലെ വാക്കുകൾ ഹുക്ക് വേഡ്സ് ഉപയോഗിച്ച് അത് മുന്നോട്ട് അവതരിപ്പിക്കുകയാണ്. ഇതിനെ ആരാധനക്രമ ഗീതമായിട്ട്, ലിറ്റേർജിക്കൽ ഹിമ്മായിട്ട് മനസ്സിലാക്കിയിരുന്നു. ചില പണ്ഡിതർ അതിനെ ക്രിസ്ലോജിക്കൽ ഹിമ്മായിട്ട് മനസ്സിലാക്കിയിരുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള ചുറ്റിപ്പറ്റിയുള്ള ഒരു ഗാനമായിട്ട്, ഒരു ഹിമ്മായിട്ട്, ഒരു പ്രാർത്ഥനാ ഗാനമായിട്ട്. ഇതിലെ 18 വാക്യങ്ങൾ ഓരോന്നായി എടുത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിലെ ഇതിവൃത്തം യേശു തന്നെയാണെന്ന് നമുക്ക് വ്യക്തമാകുന്നു. ഇടയ്ക്ക് ഏതാനും വാക്യങ്ങളിൽ സ്നാപക യോഹന്നാനെ അവതരിപ്പിക്കുന്നുണ്ട്, അദ്ദേഹം കടന്നു വരുന്നുണ്ടെങ്കിലും മുഖ്യപ്രമേയം യേശു തന്നെയാണ്. ആ യേശുവിനെ ആരാണെന്ന് അവതരിപ്പിച്ചുകൊണ്ടും ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് ലഭ്യമാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ഈ 18 വാക്യങ്ങൾ ഒരു ഘടനയിൽ, ഒരു സ്ട്രക്ചറിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നത്, അതിനൊരു പ്രത്യേക ലിറ്റററി സ്ട്രക്ചറുണ്ട്, സ്റ്റൈലുണ്ട്, രചനാരീതിയുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് കിയാസ്റ്റിക് സ്ട്രക്ചർ എന്നാണ്. ഒരു കേന്ദ്ര ആശയത്തിലേക്ക് മറ്റെല്ലാ വാക്യങ്ങളും ഒരു ക്രമീകരിച്ചു വരുന്ന ഒരു പ്രത്യേകമായ രീതിക്കാണ് കിയാസ്റ്റിക് സ്ട്രക്ചർ എന്ന് പറയുക. ഈ വാക്യങ്ങളിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള 12-ാം വാക്യം 2-ാം ഭാഗം നമ്മൾ യേശു വിശ്വസിക്കുന്നവർക്ക് ദൈവപുത്രരാകുവാനുള്ള വരം നൽകും എന്ന് പറയുന്ന ഭാഗമാണ് അതിൻ്റെ കേന്ദ്രം. അതിലേക്ക് കൺവേർജ് ചെയ്തു വരുന്ന മറ്റാശയങ്ങളാണ് ഈ 18 വാക്യങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വാക്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഏതാനും ആശയങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് 18 വാക്യങ്ങൾ 5 സമാന്തര പ്രമേയങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനകത്ത് ദൈവമായിട്ടുള്ള പുത്രൻ്റെ ബന്ധം, അതാണ് ഒന്നാമത്തെ ആശയം. 1ഉം 2ഉം വാക്യങ്ങളും 18-ാം വാക്യവും കിയാസ്റ്റിക് സ്ട്രക്ചറിൽ ഒരു ബ്രാക്കറ്റ് പോലെ കണക്റ്റഡായിട്ട് നിൽക്കുകയാണ്. ഒന്നാമത്തെ വാക്യം നമുക്കറിയാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു,
വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതാണ് അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് പറയുന്ന ഇത്രയും 1-2 വാക്യങ്ങൾ. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളാണ് പറയുക. ആദി എനാർഖെ, ഇൻ ദ ബിഗിനിങ്, അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലെ ആദ്യ വാക്കുകൾ തന്നെ എടുത്തുകൊണ്ട് ആണ് ബെറീഷെത്ത് എന്ന് പറയുന്ന ആദിയിൽ എന്നുള്ള ഒരു വാക്ക് തന്നെ എടുത്താണ് എനാർഖെ എന്ന് ഗ്രീക്കിൽ പറഞ്ഞുകൊണ്ട് തുടക്കം കാണിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൻ്റെ ആരംഭം മുതൽ ദൈവമുണ്ടായിരുന്നു എന്നുള്ളൊരാശയമാണ് പറയുക. ആ ദൈവം വചനമായിട്ടുള്ള ദൈവം തന്നെ നിലനിന്നിരുന്നു. പുത്രനായ യേശുവിന് പിതാവൻ ദൈവത്തോടു കൂടി ആദിയിൽ ഒരു എക്സിസ്റ്റൻസ്, ഒരു നിലനിൽപ്പുണ്ടായിരുന്നു എന്നാണ് ആദ്യ ഭാഗം അവതരിപ്പിക്കുക. ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും തമ്മിൽ വ്യക്തിത്വങ്ങൾ അവരുള്ളവരായിരുന്നു. നമ്മൾ ത്രിത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ആശയം പഠിപ്പിക്കുമ്പോൾ അവർ 3 ദൈവം, 3 ആളുകൾ, ദൈവത്തിൽ 3 ആളുകൾ എന്നുള്ള ആശയത്തിലാണല്ലോ പഠിച്ചു വരുന്നത്. ഈ ഒരു ആശയം ഇവിടെ യോഹന്നാൻ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് പറയുമ്പോൾ പിതാവിനെ കൂടാതെ തന്നെ പുത്രന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. 3ാമത് പറയുകയാണ് ആ വചനം ദൈവം തന്നെയായിരുന്നു, സത്തയിൽ അവർ ഷെയർ ചെയ്യുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്രമാണ്. അതുകൊണ്ട് പിതാവും പുത്രനും തമ്മിലുള്ള സത്തയിലുള്ള ഷെയറിങ്, വ്യക്തിത്വത്തിലുള്ള നിലനിൽപ്പ്, അവരെ കൂട്ടിമുട്ടിക്കുന്ന, അവരെ ബൈൻഡ് ചെയ്യുന്ന ഒരു ലവിങ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. അതാണ് ത്രിത്വത്തെക്കുറിച്ചുള്ള സഭയുടെ പഠിപ്പിക്കൽ. ഈ വചനഭാഗം അതിന് പിൻബലം നൽകുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇപ്രകാരം പറയുന്ന വാക്യവും 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പുത്രൻ പിതാവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു കൊണ്ട് പുത്രനെ പിതാവിനെ മനസ്സിലാക്കി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവനെ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെയാണ് 18-ാം വാക്യവും അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ 1ാമത്തെ പ്രമേയം ദൈവവുമായിട്ടുള്ള പുത്രൻ്റെ ബന്ധം എന്നുള്ളതാണ്. 2ാമത്തെ പ്രമേയം ലോകവുമായുള്ള പുത്രൻ്റെ ബന്ധം അല്ലെങ്കിൽ വചനത്തിൻ്റെ ബന്ധം. അതാണ് 4 മുതൽ ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുക. അവിടെ പുത്രനെ ഒരിക്കൽ കൂടി അവതരിപ്പിച്ചിരിക്കുന്നു. ആ 4 മുതൽ ഉള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് 4 പറയുകയാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് പറഞ്ഞു വന്നിട്ട് അവസാനം 17-ാം വാക്യത്തിൽ എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ ആരും ഒരിക്കലും യേശു ക്രിസ്തു വഴി ഉണ്ടായി. നമ്മളിവിടെ കാണുന്നത് ലോകവുമായിട്ടുള്ള പുത്രൻ്റെ ബന്ധം. യേശുവിനെയോ ദൈവത്തിൻ്റെ വെളിപാടിനെയോ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെയോ ലോകം ഒരു കാലത്തും പൂർണ്ണമായി സ്വീകരിച്ചിട്ടില്ല. അന്നും ഇന്നും ഈ സ്ഥിതി തുടരുകയാണ്. യേശുവിനെ ഉള്ള ലോകത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ പ്രത്യുത്തരം അഥവാ പ്രതികരണമാണ് നമ്മളിവിടെ കാണുക. അതുകൊണ്ടാണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റെസ്പോൺസസ് എന്നുള്ള ഒരാശയം കൂടി അവിടെ വരുന്നത്. അപ്പോൾ ലോകവുമായുള്ള പുത്രൻ്റെ ബന്ധം, ആ ലോകം അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പുത്രൻ ഈ സൃഷ്ടിക്ക് ദൈവത്തിനോട് സഹകാരിയായി മാറുന്നു എന്നുള്ള ഒരാശയം കൂടി വരികയാണ്. അപ്പോൾ ലോകവുമായിട്ടുള്ള യേശുവിൻ്റെ ബന്ധം. 3ാമത്തെ ചിന്ത, സമാന്തര ചിന്ത, യേശുവിനോടുള്ള പ്രതികൂലമായ പ്രത്യുത്തരമാണ്. ആദ്യം യേശുവിനെ നെഗറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ യേശുവിനെ തിരസ്കരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രം വരച്ച് കാണിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് യേശുവിനോടുള്ള അനുകൂലമായ പ്രത്യുത്തരം നമ്മൾ കാണുന്നു. അതാണ് പോസിറ്റീവ് റെസ്പോൺസ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് 12-ാം വാക്യത്തെ നമ്മൾ കാണുക. യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ദൈവപുത്രരാകുവാനുള്ള വരം നൽകി എന്ന് പറയുന്നത്. അവസാനം 5ാമത്തെ ഇത് പോസിറ്റീവ് റെസ്പോൺസിൻ്റെ ഫലം എന്താണ് എന്ന് പറയുകയാണ് 13-ാം വാക്യത്തിൽ, 12-13 വാക്യങ്ങളിൽ. ഈ സമാന്തര പ്രമേയങ്ങളെല്ലാം നമ്മൾ കാണുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്നത് ഈ സ്നാപയോഹന്നാനെ ആരാണെന്ന് അവതരിപ്പിക്കുന്ന ഒന്നാണ്. സ്നാപയോഹന്നാൻ കർത്താവിന് ഈ പറയുന്ന സത്യത്തിന്, ഈ പറയുന്ന യേശുവിന്, വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആമുഖ ഭാഗത്ത് പ്രലോഗിൽ സ്നാപയോഹന്നാനെ അവതരിപ്പിക്കുന്നു. അത് ഇതിനൊരു അബ്രപ്റ്റ്, ഇതിനകത്തൊരു ഈ അവതരണ ശൈലിയിൽ പ്രോസായിട്ട് കടന്നു വരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും യേശുവിന് കൊടുക്കുന്ന വലിയ ശീർഷകങ്ങൾ എന്തെല്ലാമാണ് ഈ വചനഭാഗത്ത്. ഒന്ന്, യേശുവിനെ അല്ലെങ്കിൽ 2ാം വ്യക്തിയെ വചനം എന്ന വാക്കിൽ അവതരിപ്പിച്ച് ദി വേർഡ് എന്നുള്ള ഭാഗം, ലോഗോസ് എന്നുള്ള രീതിയിൽ, ഹോലോഗോസ്, അതാണ് ദ വേർഡ്. യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കാൻ യോഹന്നാൻ നൽകിയിരിക്കുന്നത് വാക്ക് ലോഗോസ് എന്നാണ്. ഹീബ്രു ഭാഷയിലെ ദബാർ യാവേ എന്നുള്ളൊരു എക്സ്പ്രഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. അവിടെ പഴയ ഉടമ്പടിയിൽ
ദൈവത്തിൻ്റെ വചനം എന്നാണ് ദബാർ യാഹ്വേ. യാഹ്വേ എന്ന് പറഞ്ഞ യഹോവ, ദബാർ എന്ന് പറഞ്ഞ വചനം, ദൈവത്തിൻ്റെ വചനം എന്ന അർത്ഥത്തിൽ. അത് സൈന്യങ്ങളെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അനേകം പ്രയോഗങ്ങൾ പഴയ ഉടമ്പടിയിൽ കാണാം. ദൈവത്തിൻ്റെ വചനത്തിന് പ്രത്യേകമായ ഒരു സാങ്കത്യവും ഉണ്ട്. ഈ ആശയം ആണ് ദബാർ യാഹ്വേ എന്ന പ്രയോഗത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ വീണ്ടും ഈ വാക്ക് വളരെ ക്രിയാത്മകമാണ്, സൃഷ്ടിപരതയുള്ളതാണ്. വചനത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ദൈവം പറഞ്ഞപ്പോൾ ഒന്നൊന്നായി ഉണ്ടായി ഈ ലോകത്തിൽ. അതുപോലെ ദൈവത്തിൻ്റെ ഈ വചനം വളരെ ജീവദായകമാണ്, അത് ജീവൻ നൽകുന്നതാണ്. ദൈവത്തിൻ്റെ വചനം അതുപോലെ തന്നെ കരുണ കാണിക്കുന്നതാണ്. എല്ലാ തലത്തിലും വചനം മാംസമായി, ആ വചനമാണ് മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുന്ന 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ ദൈവത്തിൻ്റെ വചനം എന്ന അർത്ഥത്തിൽ സ്ത്രീത്വത്തിലെ രണ്ടാം വ്യക്തിയെ അവതരിപ്പിച്ചിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ അവന് സമൃദ്ധിയായിട്ടുണ്ടായിരുന്നു. സമൃദ്ധമായിട്ട് ജീവനുള്ളത് കൊണ്ടാണ് സമൃദ്ധമായിട്ട് അത് കൊടുക്കുവാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യോഹന്നാൻ 10:10 പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായിട്ട് നൽകുവാനുമാണ്. ഒരാൾക്ക് സമൃദ്ധിയായിട്ട് കൊടുക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ സമൃദ്ധിയായിട്ട് കാണണം, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ വചനം ആ ജീവൻ്റെ പൂർണ്ണത ഉള്ളത് ദൈവത്തിനാണ്. നമുക്ക് ജീവൻ്റെ അപൂർണതയാണ്. നമ്മുടെ ഓരോ രോഗങ്ങളും നമ്മുടെ ബലഹീനതകളും കുറവുകളും എല്ലാം നമ്മളെ ജീവൻ്റെ പരിമിതിയാണ് നമുക്കുള്ളത്. അത് നമുക്ക് പൂർണ്ണമായിട്ട് തരാൻ കഴിയുന്ന ഒറ്റയാളേ ഉള്ളൂ, ദൈവം മാത്രം, ആ ദൈവപുത്രൻ. അതുകൊണ്ടാണ് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ നമുക്ക് ലഭിക്കുമ്പോൾ അത് വെളിച്ചമായിട്ട് നമുക്ക് ലഭിക്കുന്നു. അതാണ് അതിൻ്റെ രണ്ടാമത്തെ ചിന്ത. അപ്പോൾ പ്രകാശമായിട്ട് ജീവൻ പിതാവിൽ നിന്നും പങ്കിടുന്നതാണ്. ജീവൻ കർത്താവ് യേശു സ്വീകരിക്കുന്ന ആ ജീവൻ പിതാവിൽ നിന്നുമാണ്. ആ പിതാവിൽ നിന്നും സ്വീകരിച്ച ജീവൻ സമൂഹത്തിലേക്ക്, നമ്മിലേക്ക് തരുമ്പോൾ അത് പ്രകാശമായിട്ട് മനസ്സിലാകുന്നു. യേശു പിതാവിൽ നിന്ന് ജീവൻ സ്വീകരിച്ച് നമുക്ക് പ്രകാശമായിട്ട് അത് ചൊരിയുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നിൽ നടക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്നുള്ള കർത്താവിൻ്റെ വചനം ഇവിടെ അന്വർത്ഥമാണ്. ദൈവത്തിൻ്റെ സത്തയിൽ പിതാവിൻ്റെ സത്തയിൽ പുത്രൻ പങ്കുചേരുന്നു. ആ സത്ത നമ്മളുമായിട്ട് അവിടെ നിന്ന് പ്രകാശമായിട്ട് പങ്കുവയ്ക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്ന ഒരാശയം, ഈ പ്രലോഗിൽ അല്ലെങ്കിൽ ആമുഖത്ത് കാണുന്ന ഒരാശയം കൃപ എന്നുള്ളതാണ്. അവനിൽ കൃപയുണ്ട്. നിയമം മോശ വഴി വന്നു, കൃപയും സത്യവും യേശു വഴി വന്നു. അപ്പോൾ കൃപ എന്ന് പറയുന്ന ഗ്രേസ് എന്ന് പറയുന്നത് അത് ദൈവമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ്. പഴയ ഉടമ്പടിയിൽ നമ്മൾ ഹെസദ് എന്നൊരു വാക്ക് ഹീബ്രു ഭാഷയിൽ ഉപയോഗിക്കുന്നു. ഹെസദ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം, ആഴമായ സ്നേഹം. അതിന് ഇസ്രായേൽക്കാർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഹെസദ്. എമത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയാണ്, ഫിഡലിറ്റിയാണ്. അതുകൊണ്ട് ഈ കൃപ എന്ന് പറയുന്നത് പഴയ ഉടമ്പടിയിലെ ഹെസദാണ്. അത് കർത്താവിൽ യേശുവിൽ അതിൻ്റെ പൂർണ്ണതയിലുണ്ടായിരുന്നു. കൃപയ്ക്ക് മേൽ കൃപ അവർ നമുക്ക് തരുന്നു. രണ്ടാമത്തേത് അവിടുന്ന് സത്യമാണ് എന്ന് പറയുന്ന, കൃപയും സത്യവും യേശുവിലൂടെ വന്നു. നിയമം മോശയിലൂടെ വന്നു. അതുകൊണ്ടാണ് മോശയുടെ നിയമങ്ങളെന്ന് നമ്മൾ തോറ എന്ന് പറയുന്നത്. യഹൂദർ പറയുകയും ഇസ്രായേൽക്കാർ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് അത് ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. അതേസമയം യേശു അത് സത്യമായിട്ട് അവതരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പീലാത്തോസ് പോലും യേശുവിനോട് ചോദിക്കുന്നതാണ്, ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നു എന്ന് യേശു പറയുമ്പോൾ എന്താണ് സത്യം എന്ന് ചോദിച്ചുകൊണ്ട്. യേശു ആകുന്ന സത്യം, ആ യേശു അത് മാറാത്തവനാണ്, ഫിഡലിറ്റി ഉള്ളവനാണ്, ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡാണ്. അതുവഴി എമത്ത് എന്ന വാക്കിലൂടെ പഴയ ഉടമ്പടിയിൽ നമ്മൾ കാണുക. ആ കാരണത്താലാണ് യേശു സത്യമാണ്, വിശ്വസ്തനാണ് എന്ന് നമ്മൾ പറയുന്നത്. യേശുവിനെക്കുറിച്ച് 4-ാം സുവിശേഷത്തിൽ പരാമർശിക്കുന്ന എല്ലാ ആശയങ്ങളുടെയും രത്ന ചുരുക്കം ഈ ആമുഖ ഭാഗത്ത് ഉൾച്ചേർത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രലോഗിനെ പ്രിയാമ്പിൾ ഓഫ് ദ ഗോസ്പൽ എന്ന് പറയുന്നത്. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അതിൻ്റെ ആരംഭത്തിൽ ഒരു പ്രിയാമ്പിളുണ്ട്. ആ ഭരണഘടനയുടെ ആകത്തുക ഏതാനും വാക്യങ്ങളിലൂടെ അത് പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ആ ഭരണഘടനയിലേക്ക് കടക്കുക. ഈ സുവിശേഷത്തിലുള്ള ദൈവികമായ സത്യങ്ങൾക്കെല്ലാം അത് പിൻബലം നൽകിക്കൊണ്ട് അത് ഏതാനും വാക്യങ്ങളിലൂടെ യേശു അവിടുന്ന് വചനമാണെന്നും, യേശു ജീവനാണെന്നും, യേശു പ്രകാശമാണെന്നും, യേശു കൃപയാണെന്നും, യേശു സത്യമാണെന്നും അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സുവിശേഷത്തെ നെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനഭാഗത്ത് ഇപ്രകാരം ഈ ആമുഖഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആമുഖഭാഗത്തുകൂടി കർത്താവിൻ്റെ വ്യക്തിത്വവും
പ്രത്യേകതകളും അവതരിപ്പിച്ചുകൊണ്ട് ആ യേശുവിലുള്ള വിശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു ഇൻവിറ്റേഷൻ, ഒരു ക്ഷണം സുവിശേഷം തന്നുകൊണ്ട് അങ്ങനെ നമ്മൾ കടന്നു വരുന്നവർക്ക് ദൈവപുത്രരാകുവാൻ, യേശുവിനോടൊപ്പം ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള വരം ലഭിക്കും എന്നുള്ള ആശയം പറഞ്ഞുകൊണ്ടാണ് ഈ വേദഭാഗം, ഈ ആമുഖഭാഗം അവസാനിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനം മുതൽ അടയാളങ്ങളുടെ പുസ്തകം ആരംഭിക്കുകയാണ്. ആമുഖഭാഗത്ത് യേശുവിനോടൊപ്പം അവതരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി, അത് സ്നാപക യോഹന്നാൻ. എല്ലാ സുവിശേഷങ്ങളിലും സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം കെരിഗ്മായുടെ ആമുഖമായി വരുന്നു. ഇതിനെ സ്വീകരിച്ചുകൊണ്ട് പിൻചെന്നുകൊണ്ട് തന്നെ 4-ാം സുവിശേഷകൻ പ്രത്യേകമായിട്ടും സ്നാപക യോഹന്നാനെ അവതരിപ്പിക്കുന്നു. സമാന്തര സുവിശേഷങ്ങളിൽ സ്നാപക യോഹന്നാൻ കടന്നു വരുന്നത് കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന ഒരു വ്യക്തിയായിട്ടാണ്, കർത്താവിന് മുന്നോടിയായി വന്ന ഒരു വ്യക്തി. എന്നാൽ 4-ാം സുവിശേഷകൻ സ്നാപക യോഹന്നാനെ അവതരിപ്പിക്കുന്നത് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ വന്ന വ്യക്തി. ചിലപ്പോൾ ഞാൻ തമാശന് പറയാറുണ്ട്, സമാന്തര സുവിശേഷകന്മാർ സ്നാപക യോഹന്നാനെ ഒരു JCB ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ 4-ാം സുവിശേഷകൻ കർത്താവിന് സാക്ഷ്യം നൽകുവാൻ വന്ന വ്യക്തി എന്ന രീതിയിൽ 19-ാം തിരുവചനത്തിൽ, 1-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യത്തോടു കൂടിയാണത് ആ ഭാഗം ആരംഭിക്കുക. നീ ആരാണ് എന്ന് ചോദിക്കുവാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വേദഭാഗത്തെ സമീപിക്കുക. ഞാൻ ക്രിസ്തുവല്ല, അവൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. യേശുവിൻ്റെ റോളല്ല, യേശു അല്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം, ആമുഖഭാഗത്ത് യേശുവും സ്നാപക യോഹന്നാനും കടന്നു വരുന്നുണ്ടെങ്കിലും യേശു സ്നാപക യോഹന്നാന് തുല്യനല്ല. ഞാൻ ക്രിസ്തുവല്ല, അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. പിന്നെ അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്നവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്നവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? അപ്പോൾ ഒരു ജുറിഡിക്കലായിട്ടുള്ള ഒരു രീതിയിലാണ് സ്നാപക യോഹന്നാൻ തന്നെ അവതരിപ്പിക്കുന്നത്. അവൻ യേശുവല്ല, ചോദ്യോത്തര രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് മറുപടി പറയുന്ന ഒരു രീതിയിലാണ് സ്നാപക യോഹന്നാൻ തന്നെ ഇവിടെ അവതരിപ്പിക്കുന്നത്. 2 കാര്യങ്ങൾ. 1-ാം അധ്യായം 19 മുതൽ 28 വരെയുള്ള വചനഭാഗത്ത് സ്നാപകൻ തന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തി ആരാണ് താനെന്ന് സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. 2-ാം ഭാഗത്ത് 29 മുതൽ 34 വരെയുള്ള വചനഭാഗത്ത് യേശുവിനെക്കുറിച്ചും അവിടുത്തെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുമാണ് സ്നാപക യോഹന്നാൻ സാക്ഷ്യം നൽകുന്നത്. 2 പേരുടെയും ഐഡൻറ്റിറ്റിക്ക് സാക്ഷ്യം വഹിക്കുകയാണ് സ്നാപക യോഹന്നാൻ. സ്നാപകൻ തന്നെ പരിചയപ്പെടുത്തി പറയുകയാണ്, നീ ആരാണെന്നുള്ള ചോദ്യത്തിന് ഞാൻ ക്രിസ്തുവല്ല, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കുന്നത് മോശയാണ്, ഞാൻ മോശയല്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ അങ്ങനെയെങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായുടെ പ്രത്യേകമായ ചൈതന്യമുള്ളവനാണോ? ഏലിയായുമല്ല എന്ന് പറയുന്നു. യെശയ്യാ പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദമാണ് ഞാൻ. യേശുവിന് വേണ്ടി വിളിച്ചു പറയുന്ന ശബ്ദം, അതാണ് സാക്ഷ്യം, അതാണ് യോഹന്നാൻ ചെയ്തത്. എന്നിട്ട് പറയുന്നു, ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്ന ഒരുവൻ അഗ്നി കൊണ്ടും ജലം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും നിങ്ങളെ സ്നാനപ്പെടുത്തും. നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും ജലം കൊണ്ടും സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവ് അഗ്നിയായി വരുന്നു. ഇവിടെ സ്നാപക യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് അവിടുന്ന് പറയുന്നു, താൻ സ്നാനം നൽകുന്നത് അതിന് ഒരുക്കത്തിൻ്റെ ക്ഷാളനത്തിൻ്റെ സ്നാനമാണ്. 4 കാര്യങ്ങളാണ് യേശുവിനെക്കുറിച്ച് 2-ാമത്തെ ഭാഗത്ത് സ്നാപകൻ തൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നത്. യേശു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, ലാംബ് ഓഫ് ഗോഡ്. യേശു അനാദിയിലുള്ളവനാണ്, പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ്. 3 പരിശുദ്ധാത്മവാഹകനാണ്, വെഹിക്കിൾ ഓർ ബെയർ ഓഫ് ദി സ്പിരിറ്റ്. 4 ദൈവപുത്രനാണ്, ചോസൻ വൺ ഓഫ് ഗോഡ്. ഈ 4 രീതിയിലാണ് യേശുവിനെ ഈ ആമുഖഭാഗത്ത് സാക്ഷ്യത്തിൻ്റെ മേഖലയിൽ സ്നാപക യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ അത് പഴയ ഉടമ്പടിയിലെ സഹനദാസൻ്റെ ആശയം ഇവിടെയുണ്ട്. യെശയ്യാ 53-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ സഹനദാസനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ യേശുവിനെ ഒരു കുഞ്ഞാടായിട്ട് അവതരിപ്പിക്കുന്നു. വീണ്ടും നടപടി പുസ്തകത്തിൽ 8-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ കൊല്ലാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ ഉള്ള ഒരു സഹനദാസനെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. വീണ്ടും
വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്നൊരു കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ ഉയർപ്പിനെയാണ് ഇവിടെ, മരണത്തെയും ഉയർപ്പിനെയുമാണ് പ്രത്യേകമായിട്ട് ഇവിടെ വിവക്ഷിക്കുക. ഈ രീതിയിൽ ഒരു കുഞ്ഞാടായിട്ട് യേശുവിനെ അവതരിപ്പിക്കുന്നു. അത് ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന കുഞ്ഞാടാണ്. അത് പാസ്കൽ ലാമ്പാണ്. വീണ്ടും യേശു കടന്നു പോകുന്നത് കാണുമ്പോൾ അവൻ പറയുകയാണ്, യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്നാപകൻ പറയുകയാണ്, ഇത് ലോകത്തിൻ്റെ പാപത്തെ നീക്കും ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവിൻ്റെ പിന്നാലെ തൻ്റെ 2 ശിഷ്യന്മാർ, സ്നാപകൻ്റെ 2 ശിഷ്യന്മാർ പോയി എന്നാണ് പറയുക. അത് അന്ത്രയോസും അതുപോലെ പാരമ്പര്യത്തിൽ നാം പറയുന്ന യോഹന്നാനുമാണ്. അവർ ചോദിക്കുകയാണ് യേശുവിൻ്റെ പിന്നാലെ എന്ന്, ഞങ്ങൾ ചെല്ലുകയാണ്. അപ്പോൾ യേശു തിരിഞ്ഞ് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഗുരു, നീ എവിടെ വസിക്കുന്നു? കം ആൻഡ് സീ, വന്ന് കാണുക. വന്ന് കാണുവാനുള്ള ക്ഷണം യേശുവിൻ്റെ വിശ്വാസത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്, അനുഭവത്തിലേക്കുള്ളൊരു ക്ഷണമാണ്. അവർ മറ്റു സുവിശേഷങ്ങൾ കാണുന്നത് പോലെ വല വീശിക്കൊണ്ടിരുന്ന പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അല്ല യേശു വിളിക്കുന്നതായിട്ട് ഈ സുവിശേഷം സാക്ഷിക്കുന്നത്. മറിച്ച് കർത്താവിന് സാക്ഷ്യം കേട്ടിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുന്നവൻ. അന്ത്രയോസ് തിരിച്ചു വന്ന് തൻ്റെ സഹോദരൻ പത്രോസിനോട് പറഞ്ഞ് ഞങ്ങൾ യേശുവിനെ കണ്ടു. യേശുവിനെ കൊണ്ടുപോവുകയാണ്, പത്രോസിനെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. വീണ്ടും ഫിലിപ്പോസിനെ യേശു വിളിക്കുന്നു. ഫിലിപ്പോസ് നഥാനിയേലിനെ സാക്ഷ്യപ്പെടുത്തുന്നു, നഥാനിയേലിനെ വിളിക്കുകയാണ്. നഥാനിയേലിനെ കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നഥാനിയേലിനെ കണ്ടിട്ട് യേശു പറയുന്നു, ഒരു നിഷ്കളങ്കനായ ഇസ്രായേൽക്കാരൻ. നിഷ്കളങ്കത ശിഷ്യത്വത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. ശിഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന ഈ ഭാഗത്ത് ക്രിസ്തു അനുഭവം പങ്കിടുന്നതാണ് യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ശിഷ്യത്വത്തിലേക്കുള്ള വിളി. അതാണ് ഇവിടെ കൈമാറുക. ആ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് അവൻ ദൈവപുത്രനാണ്, അനാദിയിൽ ഉള്ളവനാണ് എന്നുള്ള ആശയത്തിൽ. അന്ത്രയോസും മറ്റേ ഒരു ശിഷ്യനും ഇപ്രകാരം കർത്താവിൻ്റെ പിന്നാലെ പോയി. അതിനുശേഷം മറ്റ് ശിഷ്യന്മാർ ഈ വിളി കേട്ട് പോയി. പത്രോസിനോട് കർത്താവ് പറയുകയാണ്, നഥാനിയേലിനെ കണ്ടിട്ട് പറയുകയാണ്, ഇവൻ നിഷ്കളങ്കനാണ് എന്ന്. വീണ്ടും നമ്മൾ തിരിച്ചു വരുമ്പോൾ രണ്ടാമത്തെ ഈ സാക്ഷ്യത്തിൽ അനാദിയിലുള്ളവനാണ് യേശു എന്ന് സ്നാപകൻ പറയുന്നു. പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ്, വചനം ദൈവത്തോടു കൂടി ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന ആശയവുമായിട്ട് ചേർന്ന് പോകുന്നൊരു ചിന്ത. അപ്പോൾ ദൈവപുത്രൻ ആണെന്ന സത്യം നമ്മളിവിടെ പറയുന്നു. ആ ദൈവപുത്രനായതുകൊണ്ട് ദൈവത്തോടൊപ്പം ആദ്യം മുതൽ അസ്തിത്വമുള്ള ഒരു വ്യക്തിയാണ്. മൂന്നാമത് ആശയം പരിശുദ്ധാത്മവാഹകനാണ്. കർത്താവിനെ മാമോദീസയുടെ പരാമർശിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൽ വന്ന് വസിക്കുന്നു. യോഹന്നാൻ കൂട്ടിച്ചേർക്കുന്നു, അവനിൽ നിലനിൽക്കുന്നു, മെനയിൻ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട്. കാരണം കർത്താവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ മാത്രമേ യേശുവിന് കൊടുക്കുവാൻ പറ്റുകയുള്ളൂ. ഈ ഒരു വലിയ ആശയം പരിശുദ്ധാത്മവാഹകൻ അല്ലെങ്കിൽ വെയർ ഓഫ് ദി സ്പിരിറ്റ്, വെഹിക്കിൾ ഓഫ് ദി സ്പിരിറ്റ് എന്ന രീതിയിൽ കൊടുക്കുന്നു. നാലാമത്തെ ആശയം ദൈവപുത്രനാണ്, സൺ ഓഫ് ഗോഡ്, ചോസൺ വൺ ഓഫ് ഗോഡ് എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കുന്നു. സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യത്തിൽ യേശുവിനെക്കുറിച്ചൊരു ഐഡൻറ്റിറ്റി പറയുമ്പോൾ നാലാമത്തെ ആശയം അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അപ്രകാരം ഉള്ള ചിന്ത കൂടി കൊടുത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്ന കയ്യെഴുത്ത് പ്രതികൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ യേശുവിന് ഒരു ടൈറ്റിൽ കൊടുക്കുവാണ്, ദൈവപുത്രൻ എന്ന. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷമുള്ളൊരു ടൈറ്റിൽ ഇവിടെ ദൈവപുത്രൻ എന്ന സ്ഥാനം കൂടി കൊടുക്കുന്നു. ഈ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം ഞാൻ പറഞ്ഞു വെച്ചു. അത് ഈ 2 ശിഷ്യന്മാർ കർത്താവിൻ്റെ പിന്നാലെ പോയതിനു ശേഷം തിരിച്ചു വന്ന് മറ്റുള്ളവരെ വിളിക്കുകയും സാക്ഷ്യം നൽകി ശിഷ്യത്വത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ എന്ന പേരിൽ നമ്മൾ പ്രത്യേകമായിട്ട് നഥാനിയേലിനെ കാണുന്നു. പഴയ ഉടമ്പടിയിലെ യാക്കോബുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു പരാമർശമാണത്. യാക്കോബ് ആദ്യ ഇസ്രായേൽ എന്ന് നമുക്കറിയാം. ഉൽപ്പത്തി 27-ാം അധ്യായം 35-36 വാക്കുകളിൽ ഇസ്ഹാക്ക് പറഞ്ഞു, നിന്റെ സഹോദരൻ എന്നെ കബളിപ്പിച്ചു, നിനക്ക് വരം നിന്നിൽ നിന്നും തട്ടിയെടുത്തു, നിനക്കുള്ള വരം എന്നിൽ നിന്നും തട്ടിയെടുത്തു. ഏസാവ് പറഞ്ഞു, വെറുതെയാണോ അവൻ യാക്കോബ് എന്ന് വിളിക്കപ്പെടുന്നത്? 2 തവണ അവൻ എന്നെ കബളിപ്പിച്ചു. അപ്പനായ ഇസ്ഹാക്കിനെ വഞ്ചിച്ച് ഏസാവിൽ നിന്നും കടിഞ്ഞൂലവകാശവും അവൻ തട്ടിയെടുത്തു. ഇപ്രകാരം കർത്താവ് നമുക്കറിയാം ഒരു കുറ്റം ചുമത്തപ്പെടാത്ത ഒരു വ്യക്തി, നിഷ്കളങ്കനായ വ്യക്തിയായിട്ട് ഈ നഥാനിയേലിനെ അവതരിപ്പിക്കുന്നു. ഹീബ്രുവിലുള്ള പഴയ ഉടമ്പടിയിൽ നമ്മൾ കാണുന്ന അത്തിമരത്തിൻ്റെ ചുവട്ടിൽ അവൻ ഇരിക്കുമ്പോൾ യേശു അവനെ കണ്ടെന്ന് യേശു പറയുകയാണ്. അത്തിമരം എന്നുള്ളത് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു
സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ഇടമാണ്. അത് വിജയത്തിൻ്റെ സൂചകമാണ്. രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 രാജാക്കന്മാർ 4:25, അതുപോലെ സഖറിയായുടെ പുസ്തകം 3:10 ഒക്കെ അത് മിശിഹായുടെ വിജയത്തിൻ്റെ സൂചകമായി കണക്കാക്കപ്പെടുന്നു. ഉൽപ്പത്തിയിൽ പരാമർശിക്കപ്പെടുന്ന ഏക വൃക്ഷമാണ് അത്തി. ഈ അത്തിയുടെ ചുവട്ടിലിരിക്കുന്ന വളരെ സെർണിറ്റിയിൽ, ശാന്തതയിൽ ധ്യാനാത്മകമായിരിക്കുന്നവൻ കർത്താവിന് ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാൻ യോഗ്യനാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുക. നമ്മളതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് നമ്മൾ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരും, അത്തേത്തേസ്, ശിഷ്യൻ എന്ന പദം അത് സാർവത്രികമായിട്ട് കൊടുക്കും. 12 അപ്പോസ്തലന്മാർ മാത്രമല്ല കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്നത്, എല്ലാവർക്കുമുള്ളൊരു വാഗ്ദാനമാണ് യേശു ശിഷ്യന്മാരെ കൊടുക്കുന്നത്. അതുകൊണ്ട് അവിടെ പറയുകയാണ്, നിങ്ങളിതിലും വലിയ കാര്യങ്ങൾ കാണും, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ സ്വർഗത്തിലേക്ക് കയറി ഇറങ്ങുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗീയമായ അനുഭവം ശിഷ്യത്വത്തിൻ്റെ വലിയ ഒരു ഫലമാണ് എന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു അവതരണത്തോടു കൂടിയാണ് ഈ 1-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. നമുക്കറിയാം, 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കാനായിലെ കല്യാണ വിരുന്നിലേക്കാണ് നാം കടക്കുക. കാനായിലെ കല്യാണ വിരുന്ന് കർത്താവായ യേശു പരസ്യ ജീവിതകാലത്ത് പ്രവർത്തിച്ച ഏറ്റവും ആദ്യത്തെ അടയാളമാണ്. ഈ കാനായിലെ കല്യാണ വിരുന്നിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാനായിലെ കല്യാണ വിരുന്ന് കാൽവരിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഇതിന് ക്രിസ്തു കേന്ദ്രീകൃതമായ വ്യാഖ്യാനവും മേരി കേന്ദ്രീകൃതമായ വ്യാഖ്യാനവുമുണ്ട്. അവിടെ കർത്താവും ശിഷ്യന്മാരും അതുപോലെ മാതാവും സന്നിഹിതരാകുന്ന കാനായിലെ കല്യാണ വിരുന്നിൻ്റെ അർത്ഥം നമ്മളതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനത്തിലൂടെ കടന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ 2 വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് ഈ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ പ്രത്യേകമായ അർത്ഥം കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ നാന്ദിയാണത് എന്നുള്ളതാണ്. അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു വേദഭാഗത്തെ സമീപിക്കുവാൻ. അതനുസരിച്ചുള്ള ഒരു വ്യാഖ്യാനമാണ് നമ്മൾ കൊടുക്കേണ്ടത്. 3-ാം ദിവസം എന്നുള്ളത് നമ്മൾ എണ്ണി 3-ാം ദിവസം എന്ന് കണ്ടുപിടിക്കുവാൻ ഈ വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറ്റുകയില്ല. അത് പ്രതീകാത്മകമായി പറയുന്ന കർത്താവിൻ്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അങ്ങനെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ മായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കാനാ സംഭവത്തെ അവതരിപ്പിക്കുവാണ്. 1-ാമത്തെ അടയാളം എന്ന രീതിയിൽ കാനാ സംഭവം നമ്മൾ ഒരു വിവാഹ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നു. ഇവിടെ ഉള്ള പ്രത്യേകമായ പരാമർശങ്ങൾ, യേശു കേന്ദ്രീകൃതമായ വ്യാഖ്യാനത്തിന് പറ്റുന്ന വാക്കുകൾ, മാതാവിനോടുള്ള പ്രത്യേകമായ മധ്യസ്ഥത്തിൽ സമർപ്പിക്കുന്ന പ്രത്യേകമായ പരാമർശങ്ങൾ ഒക്കെ എടുത്തുകൊണ്ടാണ് നാം അതിനെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു വരുന്നത്. കാന കാൽവരി ബന്ധത്തിലാണ് നമുക്ക് ഈ വേദഭാഗത്തെ കാണാനായിട്ട് സാധിക്കുക. അടയാളം എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ കാനാ സംഭവം കാൽവരിയുടെ ഒരടയാളമാണ്. യേശുവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സംഭവമാണ് ഈ കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മൾ കണ്ടത്. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇതിന് 2 തരത്തിലുള്ള വ്യാഖ്യാനമാണ് സാധാരണയായി കൊടുക്കുക. ഒന്ന് ഒരു മേരി കേന്ദ്രീകൃതമായ വ്യാഖ്യാനം, 2 ക്രിസ്തു കേന്ദ്രീകൃതമായ വ്യാഖ്യാനം. ക്രിസ്തു കേന്ദ്രീകൃതമായ വ്യാഖ്യാനത്തിൽ നമ്മൾ ഇവിടെ ഈ വേദഭാഗത്ത് കാണുന്ന ചില പ്രയോഗങ്ങളാണ് നമ്മളിതിലേക്ക് ചിന്തിപ്പിക്കുക. ഒന്ന്, യേശുവിൻ്റെ സാന്നിധ്യം 3-ാം ദിവസം എന്നുള്ള പരാമർശം. അതുപോലെ തന്നെ യേശു പ്രത്യേകിച്ചും അവിടുന്ന് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല, യേശുവിൻ്റെ ദി അവർ ഓഫ് ജീസസ് എന്നുള്ളൊരു ആശയം. അതുപോലെ വീഞ്ഞിൻ്റെ സമൃദ്ധി, മിശിഹാ യുഗത്തിൻ്റെ പ്രത്യേകത, ഇതെല്ലാം വെച്ചുകൊണ്ട് അവിടുന്ന് തന്നെ മണവാളനായിട്ട് തന്നെ അവതരിപ്പിക്കുന്നു. ഈ ഭാഗമെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കതൊരു ക്രിസ്തു കേന്ദ്രീകൃതമായ വ്യാഖ്യാനം ഇതിന് കൊടുക്കാൻ പറ്റും. അതേസമയം തന്നെ മാതാവിൻ്റെ റോള് ഇവിടെ കാണിച്ചുകൊണ്ട് നമുക്കതിനൊരു വ്യാഖ്യാനം കൊടുക്കാൻ പറ്റും. മാതാവിനെ സ്ത്രീ എന്ന് യേശു വിളിക്കുന്നു. മാതാവ് മധ്യസ്ഥയാകുന്നു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥയുടെ റോള് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അവൾ അംഗീകരിച്ച് ഏറ്റെടുക്കുന്നു. സ്ത്രീയെ എന്നുള്ള യേശുവിൻ്റെ വിളി മാതാവിന് ഒരു 2ാം ഹൗവ എന്നുള്ള രീതിയിൽ അത് അന്വർത്ഥമാകുന്നു. ഇതെല്ലാം നോക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് ഇവിടെ ഒരു മധ്യസ്ഥയാണ്. മാതാവിനോട് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്നാണ് ഇവിടെ സുവിശേഷത്തിൽ പറയുക. അതിന് പകരം പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗങ്ങൾ സ്ത്രീയെ ഞാനും നീയും തമ്മിൽ എന്ത് ബന്ധം, അതിൻ്റെ തർജ്ജമ പോലും തെറ്റിച്ചു കൊടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനം നടക്കുകയാണ്. തി എമോയ്ക്കായ് സോയ് എന്നുള്ള 4 ഗ്രീക്ക് വാക്ക് വാട്ട് ടു മീ ആൻഡ് വാട്ട് ടു യു എന്ന് പറയുമ്പോൾ അതിന് പകരം
തമ്മിൽ എന്നുള്ള വാക്ക് ചേർത്ത് തന്നെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രവണത ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അത് നമുക്ക് തിരുത്തേണ്ടതായിട്ടുണ്ട് ഈ പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഇതാണ് ഈ ഖാനായിലെ കല്യാണ വിരുന്നിന് നമ്മൾ ഈ 2 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് മധ്യസ്ഥയാണെന്നുള്ള രീതിയിൽ നമ്മളതിനെ സ്വീകരിക്കുവാൻ ഈ വചനഭാഗം നമുക്ക് സഹായിക്കണം. ഇതൊരു അടയാളമാണ്. യേശു തൻ്റെ പരസ്യജീവിതകാലത്ത് ചെയ്ത ഏറ്റവും ആദ്യത്തെ അടയാളമാണ്. ആ അടയാളം തനിക്ക് വരുവാൻ പോകുന്ന പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മളിതിനെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ വേദഭാഗം അങ്ങനെ ഒന്നാമത്തെ ഒരടയാളം കൂടി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. തുടർന്ന് വരുന്ന ഭാഗം നമുക്ക് അടുത്ത 3-ാമത്തെ എപ്പിസോഡിൽ ചിന്തിക്കാം, ചർച്ച ചെയ്യാം, പഠിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.